ഹായ് എവ്രി വൺ. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്, ഓൾമോസ്റ്റ് 1 വീക്കായി തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സെറ്റിൽ ആവണതിൻ്റെ തിരക്കിലായിരുന്നു. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഐ എം നോട്ട് യെറ്റ് ഫുള്ളി സെറ്റിൽഡ് ബിക്കോസ് ലാസ്റ്റ് വ്ളോഗ് ഐ ഗെസ് മൂവിങ് വ്ളോഗായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഐ വാസ് എ ബിറ്റ് നെർവസ് ടു ബി ഓണസ്റ്റ്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറയണില്ല. ഇറ്റ്സ് നോട്ട് എ ബാഡ് സിറ്റുവേഷൻ, ബട്ട് മെൻ്റലി ഐ വാസ് ഇതിൻ്റെ ഇടയിൽ ഈ വീക്ക് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വർക്കായിരുന്നു. ലൈക്ക് രാത്രി 9:45 ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ വർക്ക് ടു ഐ എൻജോയ്, സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വേറൊരു സ്ഥലം കണ്ടുപിടിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര പൊട്ടയായിട്ടൊന്നുമല്ല, പക്ഷേ ഡ്യൂ ടു സർട്ടൺ സിറ്റുവേഷൻസ് കൈൻഡ് ഓഫ് എ മിക്സഡ് സോർട്ട് ഓഫ് യുനോ. അപ്പോൾ പറഞ്ഞ പോലെ ആയിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ഞാനിതിന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയൊക്കെ ഞാൻ ഫുൾ ഡൗൺ ആയിരുന്നു. എനിക്ക് എൻ്റെ മെൻസ്ട്രൽ സൈക്കിൾ, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എൻ്റെ ബോഡി ഭയങ്കര വീക്കായി തുടങ്ങി. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ഷോൾഡർ പെയിൻ ആയിരുന്നു. അതൊന്ന് ഇപ്പോഴും ഉണ്ട്. ഡോക്ടറെ കാണണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇറ്റ്സ് നോട്ട് വെരി ബാഡ് എന്നാൽ, പക്ഷേ ഓൺ ടോപ്പ് ഈ തായ്ലൻഡ് സാധനം കഴിഞ്ഞ വീക്കിൽ കിട്ടിയതാണ്. സോ കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ റെസ്ക്യൂവർ. അങ്ങനെ അപ്പോൾ ടുഡേ ഈസ് ഫ്രൈഡേ. ഇന്ന് ഹെഡ് വാഷൊക്കെ നടത്തി. മറ്റേതെനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗൾ ഫുൾ ഓഫ് സ്ട്രോബെറീസ്, ആപ്പിൾസ് ആൻഡ് പീനട്ട് ബട്ടർ ആണ് ഇന്നത്തെ ഡിന്നർ. നാളെ ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെ ഐ ഹാഡ് അനദർ പ്ലാൻ, പക്ഷെ അത് ഡ്യൂ ടു സം റീസൺ ക്യാൻസലായി. അപ്പോൾ നമ്മൾ നാളെ വേറൊരു സ്ഥലത്ത് പോകണം. ലൈക്ക് സൈക്ലിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നാളെ, കൈറ്റ് ബീച്ചിലെങ്ങാനും. സോ ദാറ്റ് ഈസ് മൈ പ്ലാൻ. പിന്നെ എനിക്കറിയില്ല, ടു ബി ഓണസ്റ്റ്, എനിക്ക് ചില സമയത്ത് കരച്ചിലൊക്കെ വരും. കാരണം എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നൊരു സാധനം, എൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു സാധനം. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ഐ എം ലൈക്ക്, ഇതായിരുന്നു എനിക്ക് ഓൾവേസ് വേണ്ടിയിരുന്നൊരു കാര്യം. ഐ വാണ്ടഡ് ടു ഡു തിങ്സ് ഓഫ് മൈ ഓൺ. ഐ വാണ്ടഡ് ടു ഫിഗർ ഔട്ട് ലൈഫ്. പക്ഷേ പറയില്ലേ, നമ്മൾ മെൻ്റലി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ആൾക്കാരൊന്നും ചില സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. മേ ബി there can be reasons. So അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ യെസ്, ഐ എം സ്റ്റിൽ ഫിഗറിങ് ഔട്ട് ആൻഡ് ഐ ഡോണ്ട് നോ. ദി മോസ്റ്റ് സ്റ്റുപ്പിഡസ്റ്റ് ഡിസിഷൻ ഐ ടുക്ക് ടുഡേ. കുറച്ച് കൂടുതൽ കിട്ടണമെന്ന് കണ്ടിട്ട് ഞാൻ ഫ്രോസൺ സ്ട്രോബെറീസ് ഓർഡർ ചെയ്തു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഫുൾ പാക്കറ്റ് ഞാൻ അടുത്ത് കളയേണ്ടി വരും. ബിക്കോസ് എനിക്കിവിടെ സ്മൂത്തി ഉണ്ടാക്കാനൊന്നും പറ്റില്ല. സോ സെറ്റപ്പ് ഡൺ. ഞാനിപ്പോൾ തന്നെ എൻ്റെ ഒരു ഫുൾ ബോട്ടിൽ വെള്ളം നിലത്തപ്പടി കളഞ്ഞ്, യുനോ, ഐ എം കൈൻഡ് ഓഫ് മെസ്സിങ് സംടൈംസ്. ബട്ട് ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ദിസ് ഇസ് ഹാവൽസ് ഹെയർ കോംബ്. ബൈ ദ വേ, ഐ ഡിഡ് മൈ നെയിൽസ്. ഓക്കെ, സോ യെസ്. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറയും ആരും മുഖത്തിടിച്ച പോലെ ഉണ്ടെന്ന്. ബട്ട് ഹൂ കേസ്, ഞാൻ റെഡിയാ. പക്ഷേ കറണ്ട് ഇഷ്യൂ ഇസ് സുരഭി ഈസ് നോട്ട് പിക്കിംഗ് അപ്പ് മൈ കോൾ. എണീറ്റിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ ഓൾറെഡി 8:47 എന്തോ ആയിട്ടുണ്ട്. അവിടേക്ക് എത്താനൊരു ഹാഫ് ആൻ അവർ 40 മിനിറ്റ്സ് എന്തായാലും എടുക്കും. I don't know. She's not picking up the call.
most probably the plan is cancelled. മാഡം ഫോൺ എടുക്കണില്ല. സോ ഓൾറെഡി 9 മണിയായി. So I'll make my breakfast and I'll do something because so പ്ലാനൊക്കെ ക്യാൻസലായി. പുറത്തുനിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ക്യാൻസലായി. ഞാൻ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഐ മേഡ് സം ഷക്ഷൂക്ക. പക്ഷേ ഇതൊരു പ്രോപ്പർ ഷക്ഷൂക്കയൊന്നുമല്ല. കാരണം ഇതിനകത്ത് ഞാൻ വേറെ അധികം പൊടികളൊന്നും ഇട്ടിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ബേസിക് ചീസും സോൾട്ടും ആണ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ. ടൊമാറ്റോ, ഉള്ളി, പച്ചമുളക്. ആൻഡ് ഇത് ഞാൻ ചെറുതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്താൽ എൻ്റെ ഫേസിനേക്കാളും വലുതാണ്. പക്ഷേ ഇത് ഇടുന്നു ഇത്രയൊന്നും എനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ടു. ഇത് കാണുമ്പോൾ എന്താ ഓർമ്മ വരണമെന്നറിയോ? അറബിക്കഥ മൂവിയിൽ മറ്റേ സുരാജ് ദുബായിൽ വന്നിട്ട് ഈ സാധനം പിന്നെ മറ്റേ എന്താണ് ചിക്കനോ സംതിങ് അത്ര ഗതികേടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് അതാണ് ഇവിടെ നിന്ന് ഓർമ്മ വന്നത്. ആക്ച്വലി ഡ്രയറൊക്കെ ഉണ്ട്. സോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. വേറെ സെപ്പറേറ്റ് മെഷീനിലാണ് ഇട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. സോ തുണികളൊക്കെ വാഷ് ചെയ്തു. ആൻഡ് നൗ വി ഹാവ് അനദർ പ്ലാൻ. വേറൊരു ഫ്രണ്ട് ആൻഡ് സോ വിൽ ബി ഗോയിങ് ഔട്ട് റൈറ്റ് നൗ. ഇബൻ ബത്തൂത്തയിൽ ഞാൻ ലാസ്റ്റ് ഇയർ ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ചില സമയത്ത് നമുക്ക് അതേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വിൽ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക്. പക്ഷേ ഇറ്റ്സ് ഗുഡ് ആൻഡ് ഇറ്റ്സ് സംടൈംസ് reminiscing some thoughts എന്നൊക്കെ പറയണ ഒരു സാധനം. സോ യാ വാട്ട് എവർ. അപ്പോൾ എന്തായാലും വി ആർ ഗോയിങ് ദർ. ഈവനിങ് നമ്മൾ ഒന്നും കൂടെ കൈറ്റ് ബീച്ച് ട്രൈ ചെയ്യും. ഐ ഡോണ്ട് നോ സുറിയുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. സോ okay, so let's go. ലാസ്റ്റ് ഇയർ ഞാൻ വീഡിയോ നിർത്തണേൻ്റെ തൊട്ട് മുന്നത്തുള്ള വ്ളോഗ് ഇബൻ ബത്തൂത്ത വ്ളോഗായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. എങ്ങോട്ടാ? എനിക്ക് ആ മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ എത്ര വട്ടം പോയാലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കുറേ ബ്രാൻഡുകൾക്കൊക്കെ നിരത്തി പിടിച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള മിക്ക ബ്രാൻഡ്സും എനിക്കറിയാം, പേരൊക്കെ അറിയാം. ഇവിടെ അത്യാവശ്യം എല്ലാം ബ്രാൻഡ്സ് ഉണ്ട്. ഇതിന് 49 ഉള്ളൂ. ഒരു 3 hours നടന്നിട്ടുണ്ട് വഴിയൊക്കെ തെറ്റി. എന്നിട്ട് ഞാൻ ചൈന പവലിയനിൽ എന്ത് തേങ്ങ വെച്ചാൽ അവിടെ പോയപ്പോൾ കോസ്ത കോഫി കണ്ടുപിടിക്കാൻ കുറേ ദൂരം നടന്നു. അങ്ങനെ ഞാനൊരു 3-4 മണിക്കൂർ ഇവിടെ ചുറ്റിയിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെയൊക്കെ കയറി വന്നിട്ട് കുറേ ബാഗും കൊണ്ട് ഇറങ്ങണം. കുറേ 2-3 കവറല്ല, പല ബ്രാൻഡ്സ് കൊണ്ട് ഇറങ്ങണം. നല്ല അടിപൊളി കോൾഡ് പിടിച്ചിട്ടുണ്ട്. എവിടുന്നാന്ന് എനിക്കറിയാം. എൻ്റെ മാനേജറിൻ്റെ അടുത്ത് നിന്നാണ്. നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം അയാൾ എനിക്ക് അപ്ലൈ തോന്നിയിട്ടുണ്ട് എനിക്ക് കിട്ടുന്നത്. നമുക്ക് നിൽക്കാൻ പറ്റില്ല. മണ്ടു അറിയില്ല. ഈ ബോക്ക് ഞാൻ ഇന്ന് ഏതൊരു ക്രിയേറ്ററിൻ്റെ വീഡിയോയിൽ കണ്ടതാണ്. എങ്ങനെ ഉണ്ടോയെന്നൊന്നും എനിക്ക് അങ്ങനെന്തോ ഒരു സാധനമാണത്. കഴിച്ചിട്ടുണ്ടോ?
എവിടുന്നാ വെച്ചത്? ഏതൊരു ജാപ്പനീസ് അല്ല കൊറിയൻ റെസ്റ്റോറൻറ്റ്. ലാസ്റ്റ് ഇയർ ഇതേ സമയത്ത് ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ നടന്ന് വയ്യാണ്ടായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടൊരു ഫുഡ് കഴിക്കുന്ന ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ബട്ട് വെൻ ഐ ലുക്ക് ബാക്ക് ഐ എം കൈൻഡ് ഓഫ് ഇൻ ദ സെയിം പ്ലേസ്. ഇറ്റ്സ് ഡിഫറെൻറ്റ് ബട്ട് ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു. സോ ഐ ഗോട്ട് എ പവർ ബാങ്ക് ഫ്രം ഹിയർ. You either have to give your Emirates ID or 100 deposit or something, so you'll get it. എനിക്ക് ബ്രാൻഡ് സ്പെല്ലസിനേക്കാളും ബ്രാൻഡ് ബസാറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഷൂസിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ബ്രാൻഡ് ബസാറാണ് നല്ലത്. ഇത് വുമൻസില്ല. ഇതിന് മുകളിലൊരു സ്റ്റിക്കർ ഉണ്ടാവാറുണ്ട്. സോ ഞാൻ എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞു. വി ആർ ഗോയിങ് ടു ഗെറ്റ് സംതിങ്. അല്ലെങ്കിൽ അവിടെ കാൾഫോറൊന്നുമില്ല ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത്. മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രം വാങ്ങിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ വാങ്ങുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഞാനേ ഒരു മിനിറ്റ് കാണുന്നില്ല. ദിസ് ഈസ് ദ 750 one, right? ഇതെങ്ങനെയുണ്ട്? ഐ ജസ്റ്റ് റീച്ച്ഡ് ബാക്ക്. 9 മണിയായി. 2-3 റൂമൊക്കെ പോയി കണ്ടു. ആൻഡ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഐ ലൈക്ഡ് ഇറ്റ്. പക്ഷേ അഗൈൻ ആൾക്കാർ കൂടുതലാണ്. അഗൈൻ ഇനിയൊരു റോങ് ഡെസിഷൻ എടുക്കാൻ വയ്യ. കാരണം എല്ലായിടത്തും മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടാസ്ക്. സോ ഐ എം ജസ്റ്റ് തിങ്കിങ്. ഇപ്പം നിൽക്കണേക്കാളും വലിയ റേറ്റ് കൂടുതലൊന്നുമില്ല, പക്ഷേ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. സോ ഗുഡ് മോർണിംഗ്. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും. എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഭയങ്കര ലേറ്റായിട്ട് എനിക്ക് ഉറക്കം തന്നെ വരുന്നുണ്ടായിരുന്നില്ല. കോൾഡ് നല്ല പീക്കായിട്ടുണ്ട്. സൗണ്ടൊക്കെ പോയി കിടക്കും. ആൻഡ് ഇവിടുത്തെ നോട്ടീസ് കൊടുത്തു വേറെ സ്ഥലത്ത് ബുക്ക് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ റിയലി ഡോണ്ട് നോ. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. സോ ഞാനിവിടെ അടുത്തുള്ള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് രസവും റൈസും ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് വയ്യ. പിന്നെ എല്ലാ സാധനങ്ങളും ഇല്ല രസം ഉണ്ടാക്കാൻ. സോ നാളെ മൺഡേ ആൻഡ് നെക്സ്റ്റ് വീക്ക് ഇസ് ലൈക്ക് ലിറ്ററലി പാക്ഡ് ടിൽ തേഴ്സ്ഡേ. അത് കഴിഞ്ഞൊക്കെ തോന്നുന്നു റമദാൻ ടൈമിങ്. സോ ഇറ്റ് വിൽ ബി ഫൈൻ. ബട്ട് ദിസ് മന്ത് അഗൈൻ വി ഹാവ് ടു ഷിഫ്റ്റ്. Doing this all alone, I really don't know. Okay, so ഇന്നത്തെ എൻ്റെ ഒറിജിനൽ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ തായ് കറി വാങ്ങാനായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ട്. പക്ഷേ ഇപ്പം എൻ്റെ പ്ലാൻ മാറി. ഞാൻ രസം, റൈസ്, പിന്നെ എന്തോ ഒരു സബ്ജി, പിന്നെ അച്ചാർ, പപ്പടം, പിന്നെ ചോറ് കുറേ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 3-4 നേരത്തിനൊക്കെ കഴിക്കാനുള്ളതുണ്ട്. പിന്നെ രസം. സോ എനിക്ക് വേറെ തന്നെ ഞാൻ നാളെ ഓഫീസിൽ കൊണ്ടുകൊണ്ട് വരും. കാരണം കുറേ ഫുഡുണ്ട്, പ്രത്യേകിച്ച് ആരും കൂടെ ഷെയർ ചെയ്യാനില്ല. സോ ഞാൻ തന്നെ കൊണ്ടുകൊണ്ട് വരും. ഇറ്റ്സ് ഓക്കെ, ഗുഡ് റൈറ്റ്. ഈ 3 നേരമൊന്നും ചോറ് കഴിക്കാൻ പറ്റില്ല എന്തായാലും. It's over. It's over. It's over means? It's over, matlab it was till yesterday only. Oh, is it? Yeah. Oh. We'll go in. There are other places also. We'll go someday. Nice. Today morning my mom sent me a reel. I was like, what is the point right now? I just literally felt like crying after that. Okay. It was an emotional thing. Wherever you go, you're always my child. Something it was written with the sad song. I was like, please don't do this.
That day we had, no? That day we had kachori. Yes. So yes, with this I'm winding up this vlog and എനിക്കറിയാം യൂഷ്വൽ നിങ്ങൾ കാണുന്നത് ദുബായ് ബ്ലിങ് ലൈഫ് ഒന്നുമല്ല. ദിസ് ഇസ് ദ റിയാലിറ്റി ഓക്കെ, and it is what it is. So yeah, catch you up in another vlog. So yeah, tomorrow is Monday, I have work and just like that another week will go. So മിക്കവാറും അടുത്ത വീക്ക് vlog start ചെയ്യും again. So yeah, thanks for watching and bye bye, take care.